Hi all, welcome to iPlus Training Solutions. നാളെ CSCPയുടെ എക്സാമാണ്. നിങ്ങൾ കാത്തിരുന്ന എക്സാമാണ്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം നാളെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നൊബേൽ പ്രൈസിനെ കുറിച്ചിട്ടാണ് ആദ്യം പറയണേ. നൊബേൽ പ്രൈസ് 2024. നൊബേൽ പ്രൈസ് ആരാണ് ഫൗണ്ട് ചെയ്തത്? ആൽഫ്രഡ് നൊബേൽ 1895 ഫൗണ്ട് ചെയ്തതാണ് നൊബേൽ പ്രൈസ്. നൊബേൽ പ്രൈസ് വേരിയസ് ഫീൽഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ലിറ്ററേച്ചർ, എക്കണോമിക്സ്, അങ്ങനെ വേരിയസ് ഫീൽഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനാണ് ഈ നൊബേൽ പ്രൈസ് ലഭിക്കാറ്. അപ്പോൾ നൊബേൽ പ്രൈസ് ഏത് വിഷയത്തിന് ആർക്കാണ് ലഭിച്ചതെന്നുള്ളത് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫിസിക്സിന് ആർക്കാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്? ജോൺ ജെ ഹോഫീൽഡിനും ജിയോഫ്രൈ ഹിൻറ്റണും ഫോർ ദ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് കൺസെപ്റ്റ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. അപ്പോൾ ജോൺ ജെ ഹോഫീൽഡും ജിയോഫ്രൈ ഹിൻറ്റൺ. ജോൺ എന്ന് പറയുന്ന ഒരു കുട്ടി, ജോൺ എന്ന് പറയുന്ന ഹോപ്പുള്ള ഒരു കുട്ടി ഭൂമിനെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ നോക്കി. ജിയോ ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട് നോക്കി. അപ്പോൾ ആ കുട്ടിയുടെ ന്യൂറൽ നെറ്റ്വർക്ക്സ് തകർന്നു പോയി. അപ്പോൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് വെക്കേണ്ടതായിട്ട് വന്നു. ഇങ്ങനെ ഒരു കോഡാണ് ഞാൻ പറയണേ. ജോൺ ജെ ഹോഫീൽഡും ജിയോഫ്രൈ ഹിൻറ്റണും. അപ്പോൾ ജോൺ എന്ന് പറയുന്ന ഹോപ്പുള്ള കുട്ടി ഭൂമിനെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ നോക്കി. അപ്പോൾ അയാളുടെ ന്യൂറൽ തകർന്നു പോയി. അപ്പോൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് വെക്കേണ്ടതായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫിസിക്സിന് ആർക്കാണ് കിട്ടിയെന്ന് നമ്മൾ ഓർക്കണത്. ഓക്കെ, ഇനി കെമിസ്ട്രിക്ക് ഡേവിഡ് ബേക്കറും ഡെമീസ് ഹസാബീസും ജോൺ എം ജംപറും ഫോർ ദ ഗ്രൗണ്ട് ബ്രേക്കിംഗ് കോൺട്രിബ്യൂഷൻ ഓഫ് പ്രോട്ടീൻ സയൻസ് ഫോർ ദെയർ വർക്ക് ഇൻ പ്രോട്ടീൻ സ്ട്രക്ചർ പ്രിഡിക്ഷൻ ആൻഡ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ. അപ്പം നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഡേവിഡ് ബേക്കർ എന്ന് പറഞ്ഞാൽ ഇപ്പം കെമിസ്ട്രിയിൽ മിസ്റ്ററി എന്ന് പറഞ്ഞ വാക്കുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ്ചർ എന്ന് ഓർത്തോ കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കണം മിക്സ്ചർ ഇല്ലേ, ആ മിക്സ്ചർ ഓർക്കുക. അപ്പോൾ ഡേവിഡ് ബേക്കറി എന്നല്ലേ നമ്മൾ മിക്സ്ചർ മേടിക്കുക. അപ്പോൾ ഡേവിഡ് ബേക്കറിയിൽ നിന്ന് നമ്മൾ എന്ത് മേടിക്കും? ഡേവിഡിന്റെ ബേക്കറിയിൽ നിന്ന് നമ്മൾ എന്ത് മേടിക്കും? മിക്സ്ചർ മേടിക്കും അല്ലേ. അപ്പോൾ അവിടെ ഐസ്ക്രീം മേടിക്കും. നമ്മൾ അങ്കിൾ ജോണിന്റെ ഐസ്ക്രീം മേടിക്കും. അപ്പോൾ ജോൺ എം ജംപർ. അപ്പോൾ നമ്മൾ ഈ ഐസ്ക്രീം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? ജമ്പ് ചെയ്യാൻ തുടങ്ങും. ജോൺ എം ജംപർ. ഒരു ജോണും കൂടി ഉണ്ട് കേട്ടോ അപ്പുറത്ത്. അത് ഹോപ്പുള്ള ജോണാ, ഇവിടെ ജമ്പ് ചെയ്യുന്ന ജോണാ. അപ്പൊ ജോൺ ജംപറും അതേപോലെ ഡേവിഡിന്റെ ബേക്കറിയിൽ നിന്ന് ജോണിന്റെ ഐസ്ക്രീം മേടിച്ചപ്പോൾ ജോൺ ജമ്പ് ചെയ്യാൻ തുടങ്ങി. ഐസ്ക്രീം കഴിച്ച് ജോൺ ജമ്പ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് എന്ന് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. അതാണ് ഡെമീസ് ഹസാബീസ്. അപ്പോൾ ഡേവിഡ് ബേക്കർ, ഡെമീസ് ഹസാബീസ്, ജോൺ എം ജംപർ. ഡേവിഡിന്റെ ബേക്കറിയിൽ നിന്ന് മിക്സ്ചർ മേടിക്കാൻ പോയത് എവിടെ നിന്നാണ്? കെമിസ്ട്രി മിക്സ്ചർ. എവിടെ നിന്ന്? ഡേവിഡിന്റെ ബേക്കറിയിൽ നിന്ന് മിക്സ്ചർ മേടിച്ചു. അതുകൂടാണ്ട് ഐസ്ക്രീം മേടിച്ചു. ജോണിന്റെ ഐസ്ക്രീം മേടിച്ചു. ജോൺ എൻ ജംപർ. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഡെമീസ് ഹസാബീസ് എന്ന് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി എന്ന് ഓർക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് കണ്ടുപിടിച്ചത്? ഫോർ ദ ഗ്രൗണ്ട് ബ്രേക്കിംഗ് കോൺട്രിബ്യൂഷൻ ഓഫ് പ്രോട്ടീൻ സയൻസ്. എന്താണ് കണ്ടുപിടിച്ചത്? പ്രോട്ടീൻ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ് നടത്തിയതെന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഫോർ ദിയർ വർക്ക് ഇൻ പ്രോട്ടീൻ സ്ട്രക്ചർ പ്രിഡിക്ഷൻ ആൻഡ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ. അത്ര ഡീപ്പായിട്ടൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. പ്രോട്ടീൻ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൗണ്ട് ബ്രേക്കിംഗ് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചതുകൊണ്ട് ഡേവിഡ് ബേക്കറിനും ഡെമീസ് ഹസാബീസിനും ജോൺ എൻ ജംപറിനും എന്ത് കിട്ടി? കെമിസ്ട്രിക്ക് നൊബേൽ പ്രൈസ് കിട്ടി. ഇപ്പം ഈ പ്രോട്ടീൻ സയൻസ് ഓർത്തിരിക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ആലോചിക്കുക. പാലാണല്ലോ ഇതിലുള്ളത്. അപ്പോൾ പ്രോട്ടീൻ സയൻസ് അങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്തത് ആർക്കാണ്? ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ ആർക്കാണ് കിട്ടിയെന്ന് നോക്കാം. വിക്ടർ ആംബ്രോസ് ആൻഡ് ഗാരി റൂക്കൂൺ. അപ്പോൾ നമ്മളിങ്ങനെ ഓർക്കുക. വിക്ടർ ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ അല്ലേ. അപ്പം മെഡിസിൻ എന്ന് പറയുമ്പോൾ വിക്സ് അല്ലേ. വിക്സ് അങ്ങനെ ഓർക്കുക. വിക്ടർ ആംബ്രോസും അതേപോലെ ഗാരി റൂക്കുനുമാണ് കിട്ടിയത്. അപ്പോൾ റൂക്കുൻ എന്ന് പറയുമ്പോൾ
കൂൻ കൂൻ നോർക്ക, റുവ്കുൻ കൂൻ നോർക്ക. അപ്പോൾ കൂനില് വിക്സ് തേച്ചു, റുവ്കുൻ, ഗ്യാരി റുവ്കുൻ. അപ്പൊ അങ്ങനെ ഓർക്കുക, വിക്ടർ ആംബ്രോസ് ആൻഡ് ഗ്യാരി റുവ്കുൻ. വിക്ടർ വിക്സ്, അതേപോലെ റുവ്കുൻ കൂൻ അല്ലേ. അപ്പോൾ അങ്ങനെ ആലോചിച്ച് വെക്കുക. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വിക്ടർ ആംബ്രോസിനും ഗ്യാരി റുവ്കുനും നൊബേൽ പ്രൈസ് കിട്ടിയത്? ഫോർ ഡിസ്കവറിങ് മൈക്രോ RNA ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ ജീൻ റെഗുലേഷൻ. അപ്പൊ നോക്കിയേ, കൂന് വന്നത് എങ്ങനെയാണ്? ജീനിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടാണ്. അപ്പൊ ജീനെ റെഗുലേറ്റ് ചെയ്യണം. ഫോർ ഡിസ്കവറിങ് മൈക്രോ RNA ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ ജീൻ റെഗുലേഷൻ. അപ്പൊ വിക്ടർ ആംബ്രോസ് ആൻഡ് ഗ്യാരി റുവ്കുൻ ഫോർ ഡിസ്കവറിങ് മൈക്രോ RNA ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ ജീൻ റെഗുലേഷൻ. ഇപ്പൊ ജീൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ജീനിൽ എന്തോ പ്രോബ്ലം വന്നു അല്ലെ. ഇപ്പൊ ജീൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റുവ്കുൻ, ഒരു കൂന് വന്നു അല്ലെ. കൂന് വന്നപ്പോൾ അതിൽ നമ്മൾ വിക്സ് തേച്ചു. വിക്ടർ ആംബ്രോസ് ഗ്യാരി റുവ്കുൻ ഫോർ ഡിസ്കവറിങ് മൈക്രോ RNA ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ ജീൻ റെഗുലേഷൻ. അപ്പൊ ഈ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണത്, ഇതുപോലത്തെ കോഡൊക്കെ ഉണ്ടാക്കി പറയണത്. നെക്സ്റ്റ് ലിറ്ററേച്ചറിന് ആർക്കാ കിട്ടിയെന്ന് നോക്കാം. ഹാങ് ക്യാങ്ങിനാണ് ലിറ്ററേച്ചറിന് കിട്ടിയത്. ആർക്കാണ്? ഹാങ് ക്യാങ്ങിനാണ് ലിറ്ററേച്ചറിന് കിട്ടിയത്. ഫോർ ഹർ പോയറ്റിക് പ്രോസ് ദാറ്റ് കൺഫ്രൺസ് ഹിസ്റ്റോറിക്കൽ ട്രോമാസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ആലോചിച്ച് വെക്കാം, ഹാങ് ക്യാങ് അല്ലെ, നമ്മള് എന്താ പറയാ, ഒരു ഹാങ് ചെയ്ത് വെച്ചേക്കാണെന്ന് വിചാരിക്കാം. ഹാങ് ചെയ്ത് ഇങ്ങനെ ഹാങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ, ഇങ്ങനെ തൂക്കിയിടുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെ തൂക്കിയിട്ടേക്കാം, ട്രോമ ബാധിച്ച ഒരാളെ നമ്മൾ തൂക്കിയിട്ടേക്കാം. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ട്രോമാസ്. അപ്പോൾ ഫോർ ഹർ പോയറ്റിക് പോസ് ദാറ്റ് കൺഫ്രൺസ് ഹിസ്റ്റോറിക്കൽ ട്രോമാസിനെ പറ്റിയിട്ട് പറയുന്ന ഒരു പോയറ്റിക് തോട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഹിസ്റ്റോറിക്കൽ ട്രോമാസ് എന്നുള്ളത് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പറയാം, ഈ ട്രോമ ബാധിച്ച ഒരാളെ നമ്മൾ ഹാങ് ചെയ്ത് ഇട്ടേക്കുന്നുണ്ട്. ഹാങ് ക്യാങ് ഫോർ ഹർ പോയറ്റിക് പോസ് ദാറ്റ് കൺഫ്രൺസ് ഹിസ്റ്റോറിക്കൽ ട്രോമാസിനെ പറ്റിയിട്ടാണ് അതിനെ പരാമർശിക്കുന്നത്. ഹാങ് ക്യാങ് എന്ന് പറഞ്ഞ വ്യക്തി, അതിനാണ് അദ്ദേഹത്തിന് ലിറ്ററേച്ചറിന് അവാർഡ് കിട്ടിയത്. അപ്പോൾ ലിറ്ററേച്ചർ നമ്മളിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു അങ്ങനെ ആലോചിക്കാം കേട്ടോ. തൂക്കിയിട്ടിരിക്കുന്നു, ഒരു നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക, ഒരു ഷർട്ട് തൂക്കിയിടുന്നത് പോലെ ഹാങ് ചെയ്തേക്കണ പോലെ ആലോചിക്കുക. അതിനകത്ത് നമ്മൾ എന്തെന്നാ സൂക്ഷിക്കുന്നത്? ഒരു ലിറ്ററേച്ചറിന്റെ ബുക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് ആലോചിക്കാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഹാങ് ചെയ്തിരിക്കുന്നു. ഹിസ്റ്റോറിക്കൽ, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക, ഹിസ്റ്റോറിക്കൽ ട്രോമയുള്ള ഒരു വ്യക്തിനെ നമ്മളിങ്ങനെ തൂക്കി ഇട്ടിരിക്കുന്നു. അപ്പൊ ഹാങ് ക്യാങ് ഫോർ ഹർ പോയറ്റിക് പ്രോസ് ദാറ്റ് കൺഫ്രൺസ് ഹിസ്റ്റോറിക്കൽ ട്രോമാസ്. എങ്ങനെയാണെങ്കിലും ഹാങ് ക്യാങ്ങും കിട്ടണം. എന്തിനു വേണ്ടിയിട്ടാണ് അയാൾക്ക് കിട്ടിയത്? ലിറ്ററേച്ചറിന് വേണ്ടിയിട്ടാണ് കിട്ടിയെന്നുള്ള കാര്യവും നിങ്ങൾ ഓർക്കണം. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കോഡിട്ട് ഓർത്തു വെച്ചോ, പക്ഷെ ഈ കാര്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ, Nobel Prize on Economic Science, Darren Acemoglu, Simon Johnson and James A. Robinson for their studies of how societal institutions influence nations' prosperity. അപ്പോൾ ഡാരൻ എയ്സ്മോഗ്ലും സൈമൺ ജോൺസണും ജെയിംസ് എ റോബിൻസണും ആണ് ഓർത്തിരിക്കേണ്ട പേര്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിക്കുക, ഡാരനും സൈമണും ജെയിംസും, ഇവര് 3 പേരും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി എന്ന് വിചാരിക്കുക. ഡാരൻ സൈമൺ ജെയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ ആലോചിക്കുക. ഡാരൻ സൈമൺ ജെയിംസ്. അപ്പോൾ ഡാരനും സൈമണും ജെയിംസും കൂടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോപ്പറായിട്ടല്ല വർക്ക് ചെയ്യുന്നെങ്കിൽ എന്ത് സംഭവിക്കും? നേഷന്റെ പ്രോസ്പെറിറ്റിനെ അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ആലോചിക്കുക, ഒരു സൊസൈറ്റിയിൽ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന് ശരിക്കും നമ്മുടെ നേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് പറയുന്നത്. നേഷന്റെ പ്രോസ്പെറിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പുവർ റൂൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുന്നത് വഴി നമ്മുടെ നേഷന്റെ പ്രോസ്പെറിറ്റിനെ അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് ഇവരുടെ റിസർച്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ ഡാരൻ സൈമൺ ജെയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് സൊസൈറ്റിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കണക്കാക്കുക. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ നേഷൻ പ്രോസ്പെരിറ്റി ഉണ്ടാവും, ഇല്ലെങ്കിൽ നേഷന്റെ പ്രോസ്പെരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഡാരൻ സൈമൺ ജെയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതങ്ങനെ പറഞ്ഞു പോയാൽ മതി. അപ്പോൾ പല പ്രാവശ്യം പറയുമ്പോൾ നിങ്ങൾക്ക് വേഗം കിട്ടും. എക്കണോമിക് സയൻസ്, ഡാരൻ സൈമൺ ജെയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട്.
ഓക്കെ, അപ്പോൾ ഡാരൻ എയ്സ്മഗ്ലും സൈമൺ ജോൺസണും ജെയിംസ് എ റോബിൻസണും ഇവർ 3 പേരും കൂടി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഇവർ ചെയ്ത റിസർച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങുന്നത് കൊണ്ട് അവരെങ്ങനെയാണ്, അല്ലെങ്കിൽ പുവർ റൂൾ ഓഫ് നേഷൻ, പുവർ റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നത് എങ്ങനെയാണ് നേഷൻ്റെ ഗ്രോത്തിനെ അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ഇവർ പഠിച്ചത്. മനസ്സിലായോ? അപ്പോൾ അതാണ് എക്കണോമിക് സയൻസിൽ ഡാരൻ എയ്സ്മഗ്ലു, സൈമൺ ജോൺസൺ ആൻഡ് ജെയിംസ് എ റോബിൻസൺ ഫോർ ദിയർ സ്റ്റഡീസ് ഓൺ ഹൗ സൊസൈറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഫ്ലുവൻസ് നേഷൻസ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. ഡാരൻ സൈമൺ ജെയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, എക്കണോമിക് സയൻസ്. ഇനി പീസിൽ വരുന്നത് ആരൊക്കെ നോക്കാം. പീസ് എന്ന് വെച്ചാൽ എന്താണ്? സമാധാനം അല്ലേ. നിഹോൺ ഹിഡാൻക്യോ ഇസ് എ ഗ്രാസ് റൂട്ട് മൂവ്മെന്റ് കംപ്രൈസ്ഡ് ഓഫ് ആറ്റോമിക് ബോംബ് സർവൈവേഴ്സ് നോൺ ആസ് ഹിബാക്കുഷ ഫോർ ഇറ്റ്സ് എഫേർട്ട് ടു അച്ചീവ് വേൾഡ് ഫ്രീ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. അപ്പോൾ ഈ പ്രാവശ്യം കിട്ടിയത് ഒരു ഗ്രാസ് റൂട്ട് മൂവ്മെന്റ് ആണ്, ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ നോക്കിയാൽ നിഹോൺ ഹിഡാൻക്യോ, ഹിറോഷിമ നാഗസാക്കി എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആറ്റം ബോംബ് ഇട്ട സ്ഥലം. അപ്പോൾ നോ ഹിറോഷിമ അങ്ങനെ ആലോചിച്ച് വെക്കുക. നിഹോൺ ഹിഡാൻക്യോ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. നിഹോൺ ആദ്യത്തെ 2 അക്ഷരം കിട്ടുമല്ലോ, എന്നും കിട്ടും എച്ചും കിട്ടും. നോ ഹിറോഷിമ എന്ന് ആലോചിച്ച. അപ്പോൾ നിഹോൺ ഹിഡാൻക്യോ എന്ന് പറയുന്ന ഗ്രാസ് റൂട്ട് മൂവ്മെന്റിനാണ് ഈ പ്രാവശ്യം നൊബേൽ പ്രൈസ്, സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത്. ഇവര് ഈ നിഹോൺ ഹിഡാൻക്യോ എന്ന് പറയുന്നത് ഒരു ഗ്രാസ് റൂട്ട് മൂവ്മെന്റ് ആണ്. അതിനകത്ത് ഉള്ള ആൾക്കാർ എന്ന് പറയുന്നത് ആറ്റോമിക് ബോംബ് സർവൈവേഴ്സ് ആണ്. ആറ്റോമിക് ബോംബിൽ നിന്ന് കുറച്ച് സർവൈവേഴ്സ് ഉണ്ടാവുമല്ലോ, ആറ്റോമിക് ബോംബ് ഇട്ടിട്ട് അവർ കുറച്ച് രക്ഷപ്പെട്ട ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ആ രക്ഷപ്പെട്ട ആൾക്കാരെല്ലാവരും കൂടി ഒരു സംഘടന തുടങ്ങി. അതാണ് ഹിബാക്കുഷ എന്ന് പറയുന്ന സംഘടന. അപ്പോൾ നിഹോൺ ഹിഡാക്യോ ഇസ് എ ഗ്രാസ് റൂട്ട് മൂവ്മെന്റ് കംപ്രസ്ഡ് ഓഫ് ആറ്റോമിക് ബോംബ് സർവൈവേഴ്സ് നോൺ ആസ് ഹിബാക്കുഷ ഫോർ ഇറ്റ്സ് എഫേർട്ട് ടു അച്ചീവ് എ വേൾഡ് ഫ്രീ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ലാത്ത ഒരു വേൾഡിനെ പറ്റിയിട്ടാണ് അവർ അതിൽ പരാമർശിക്കുന്നത്. അപ്പോൾ നിഹോൺ ഹിഡാൻക്യോ ഇസ് എ ഗ്രാസ് റൂട്ട് മൂവ്മെന്റ് കംപ്രസ്ഡ് ഓഫ് ആറ്റോമിക് ബോംബ് സർവൈവേഴ്സ് നോൺ ആസ് ഹിബാക്കുഷ. ഒരിക്കലും ഇനി ആറ്റോമിക് ബോംബ് ഒരു കൺട്രിയും യൂസ് ചെയ്യരുത് എന്നുള്ളതാണ് അവരുടെ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്, അതിനെ പറ്റിയിട്ടൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ നിഹോൺ ഹിഡാൻക്യോ ഇസ് എ ഗ്രാസ് റൂട്ട് മൂവ്മെന്റ് കംപ്രസ്ഡ് ഓഫ് ആറ്റോമിക് ബോംബ് സർവൈവേഴ്സ് നോൺ ആസ് ഹിബാക്കുഷ ഫോർ ഇറ്റ്സ് എഫേർട്ട് ടു അച്ചീവ് വേൾഡ് ഫ്രീ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. അപ്പോൾ പീസിന്റെ നിഹോൺ ഹിഡാൻക്യോ ഓർത്തു വയ്ക്കുക കേട്ടോ. അടുത്തത് ഇമ്പോർട്ടൻറ്റ് റേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. CRR, SLR, ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, ഫിക്സഡ് റിവേഴ്സ് റിപ്പോ റേറ്റ്, ഇതൊക്കെയാണ് നോക്കുന്നത്. CRR എന്താണെന്ന് എല്ലാവർക്കും അറിയാം. CRR എന്താണ്? എല്ലാ കമേഴ്ഷ്യൽ ബാങ്ക്സും അവരുടെ സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ഡിപ്പോസിറ്റ്സ് RBIയിൽ കീപ്പ് ചെയ്യണം. അപ്പോൾ എത്ര പെർസെൻറ്റേജ് അവരുടെ ഡിപ്പോസിറ്റിന് എത്ര പെർസെൻറ്റേജ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് CRRൽ പറയണത്. അപ്പോൾ ഇപ്പോഴത്തെ പ്രസന്റ് CRR എത്രയാണ്? 4% ആണ്. ഇൻഫ്ലേഷൻ്റെ സമയത്ത് CRR കൂട്ടുകയും ഡിഫ്ലേഷൻ്റെ സമയത്ത് CRR കുറക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സെക്ഷൻ 18 ഓഫ് BR ആക്ടും സെക്ഷൻ 42 ഓഫ് RBI ആക്ടിലുമാണ് CRRനെ പറ്റി പരാമർശിക്കുന്നത്. സെക്ഷൻ 18 ഓഫ് BR ആക്ട് ആൻഡ് സെക്ഷൻ 42 ഓഫ് RBI ആക്ടിലാണ് CRRനെ പറ്റി പരാമർശിക്കുന്നത്. കറന്റ് CRR റേറ്റ് എത്രയാണ്? 4. CRR 4%. CRR റേറ്റ് എത്രയാണ്? 4%. ഓക്കെ, നെക്സ്റ്റ് SLR റേറ്റ് ആണ് ചോദിക്കുന്നത്. SLR എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, CRR എന്ന് പറയുന്നത് ലിക്വിഡ് ക്യാഷിന്റെ ഫോർമാറ്റിൽ മാത്രമാണ് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്യാറ്. ലിക്വിഡ് ക്യാഷിന്റെ ഫോർമാറ്റിൽ തന്നെ RBIയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ CRR എന്ന് പറയുന്നത്. ഇനി SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 18% ആണ്. ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്താണ്? എല്ലാ കമേഴ്ഷ്യൽ ബാങ്ക്സും മെയിൻറ്റെയിൻ ചെയ്യണം സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ദിയർ ടൈം ആൻഡ് ഡിമാൻഡ് ലൈബിലിറ്റീസ്. അവരുടെ ടൈം ആൻഡ് ഡിമാൻഡ് ലൈബിലിറ്റീസിൻ്റെ സർട്ടൺ പെർസെൻറ്റേജ് ക്യാഷിൻ്റെ ഫോമിലോ ഗോൾഡിൻ്റെ ഫോമിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ ഫോമിലോ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ ലിക്വിഡ് ക്യാഷ് അല്ല, ഇവിടെ ഒന്നില്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ കോമ്പിനേഷൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് SLR എന്ന് പറയുന്നത്. SLR അവരവരുടെ ബാങ്കിൽ തന്നെ അവരുടെ ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റീസിന് സർട്ടൺ പെർസെൻറ്റേജ് കീപ്പ് ചെയ്യുക. ഇമീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ കേപ്പബിൾ ആയിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് SLR മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് RBI നിർദ്ദേശിക്കുന്നത്. കറണ്ട് SLR റേറ്റ് 18%. ഇനി ബാങ്ക് റേറ്റ്.
ബാങ്ക് റേറ്റ് എന്താണ്? ബാങ്ക് റേറ്റ് എന്താണെന്ന് നോക്കിയാൽ ബാങ്ക് റേറ്റ് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI റീഡിസ്കൗണ്ട്സ് ദ ഫസ്റ്റ് ക്ലാസ് ബിൽ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫസ്റ്റ് ക്ലാസ് ബില്ല് റീഡിസ്കൗണ്ട് ചെയ്യുന്ന റേറ്റ് ആണ്. അപ്പോൾ എല്ലാ ബാങ്കുകളും ഇപ്പോൾ ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്ത ബാങ്കുകൾ ഉണ്ടാവും. അപ്പോൾ അവരുടെ കയ്യിൽ ബില്ലുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ബില്ല് റീഡിസ്കൗണ്ട് ചെയ്യാനായിട്ട് RBIയിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് പ്രൊവൈഡ് ചെയ്യുന്ന റേറ്റ് ആണ് 6.50%. ഓക്കെ, ബാങ്ക് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI റീഡിസ്കൗണ്ട്സ് ദ ബിൽ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇനി റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് 6.25% ആണ്. റിപ്പോ റേറ്റ് എത്രയാണ്? 6.25%. റിപ്പോ റേറ്റ് എന്ന് വെച്ചാൽ എന്താ? റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് RBIയിൽ നിന്ന് കമേഴ്ഷ്യൽ ബാങ്ക് പൈസ ബോറോ ചെയ്യുമ്പോൾ കമേഴ്ഷ്യൽ ബാങ്കിനെ RBI കമേഴ്ഷ്യൽ ബാങ്കിന് ചാർജ് ചെയ്യുന്ന റേറ്റിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. RBI ലെൻഡ്സ് ടു കമേഴ്ഷ്യൽ ബാങ്ക് എഗെയിൻസ്റ്റ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസിന് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് RBI കൊമേഴ്ഷ്യൽ ബാങ്കിന് ലെൻഡ് ചെയ്യാറുണ്ട്. ആ കൊമേഴ്ഷ്യൽ ബാങ്കിന് ലെൻഡ് ചെയ്യുമ്പോൾ RBI ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഈ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അത് 6.25% ആണ്. ഇനി നെക്സ്റ്റ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് ആണ് പറയുന്നത്. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് എന്താണെന്ന് നോക്കാം. ദ MSF allows banks to borrow overnight funds from RBI in times of emergency അല്ലെങ്കിൽ liquidity shortages. Its interest rate is above the repo rate. അതായത് liquidity shortage ഇത് ഇത്രയും SLR ആയിട്ട് കീപ്പ് ചെയ്യണം, ഇത്ര CRR ആയിട്ട് കീപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബാങ്കിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടല്ലോ RBI. അപ്പോൾ ഇവരുടെ കയ്യിൽ ഇപ്പോൾ പെട്ടെന്ന് ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പൈസ ഇല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ RBIനെ ആശ്രയിക്കും. അപ്പം RBI ആണല്ലോ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. അപ്പോൾ RBIനെ ആശ്രയിക്കുമ്പോൾ RBI ആ പൈസ കൊടുക്കും ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് റിപ്പോ റേറ്റിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് RBIന്ന് നമ്മൾ പൈസ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് ആയിരിക്കും RBI കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ചാർജ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് 6.50% ആണ്. നെക്സ്റ്റ് ഫിക്സഡ് റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35% ആണ്. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? റിപ്പോ റേറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. അതായത് കമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന് RBI ചില സമയത്ത് ബോറോ ചെയ്യാറുണ്ട്. അപ്പോൾ RBI കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് തിരിച്ച് ആ പൈസ കൊടുക്കുമ്പോൾ ഇൻട്രസ്റ്റും കൂടി ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ RBI കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആണ് 3.35% എന്ന് പറയുന്നത്. അതായത് റേറ്റ് അറ്റ് വിച്ച് RBI ബോറോ മണി ഫ്രം കമേഴ്ഷ്യൽ ബാങ്ക് ഓർ RRS. പിന്നെ RRR സാധാരണഗതിയിൽ നമ്മൾ ഡെയിലി കാൽക്കുലേഷനാണ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫിക്സഡ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് 3.35% ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആരാണ്? ശ്രീ അമിത് ഷാ ആണ്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആരാണ്? ശ്രീ അമിത് ഷാ. യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ശ്രീ അമിത് ഷാ. അടുത്തത് രജിസ്ട്രാർ ഓഫ് കോർപ്പറേഷൻ. കറന്റ് രജിസ്ട്രാർ ഓഫ് കോർപ്പറേഷൻ ആരാണ്? ഡോക്ടർ D. സജിത് ബാബു IAS. ഡോക്ടർ D. സജിത് ബാബു IAS ആണ് ആരെന്ന് പറയുന്നത്? രജിസ്ട്രാർ ഓഫ് കോർപ്പറേഷൻ. ഡോക്ടർ D. സജിത് ബാബു ആണ് രജിസ്ട്രാർ ഓഫ് കോർപ്പറേഷൻ. അടുത്തത് ഗവർണർ ഓഫ് RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് RBI എന്ന് ചോദിക്കാം. അതും ആര് തന്നെയാണ്? RBI ഗവർണർ തന്നെയാണ്. 26th RBI ഗവർണർ ആണ് എന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്ര. 25th ചോദിക്കുകയാണെങ്കിൽ ശക്തികാന്ത ദാസ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. അടുത്തത് ഗവർണർ ഓഫ് കേരളത്തിന്റെ ഗവർണർ ആരാണ് ഇപ്പോഴത്തെ? രാജേന്ദ്ര അർലേക്കർ ആണ് ഗവർണർ ഓഫ് കേരള. രാജേന്ദ്ര അർലേക്കർ. അടുത്തത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കൗൺസിലിൽ ആരൊക്കെയാണെന്ന് നോക്കാം. ശ്രീ പിണറായി വിജയൻ ചീഫ് മിനിസ്റ്റർ, നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രീ കെ രാജൻ മിനിസ്റ്റർ ഫോർ റവന്യൂ ആൻഡ് ഹൗസിംഗ്. ശ്രീ കെ രാജൻ മിനിസ്റ്റർ ഫോർ റവന്യൂ ആൻഡ് ഹൗസിംഗ്. ശ്രീ റോഷി അഗസ്റ്റ്യൻ മിനിസ്റ്റർ ഓഫ് വാട്ടർ റിസോഴ്സസ്. ശ്രീ റോഷി അഗസ്റ്റ്യൻ മിനിസ്റ്റർ ഓഫ് വാട്ടർ റിസോഴ്സസ്. അടുത്തത് ശ്രീ കെ കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ ഓഫ് ഇലക്ട്രിസിറ്റി. ശ്രീ കെ കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ ഓഫ് ഇലക്ട്രിസിറ്റി. ശ്രീ എ കെ ശശീന്ദ്രൻ മിനിസ്റ്റർ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ. ശ്രീ എ കെ ശശീന്ദ്രൻ മിനിസ്റ്റർ ഫോർ
ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ. ഇത് ചോദിക്കാൻ സാധ്യതയില്ല കേട്ടോ. മിനിസ്റ്റർ ഫോർ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ. ഇലക്ട്രിസിറ്റി ചോദിക്കാം, ശ്രീ കെ കൃഷ്ണൻകുട്ടി. അതേപോലെ തന്നെ ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, മിനിസ്റ്റർ ഫോർ രജിസ്ട്രേഷൻ, മ്യൂസിയംസ് ആൻഡ് ആർക്കിയോളജി. അപ്പോൾ ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് മിനിസ്റ്റർ ഫോർ രജിസ്ട്രേഷൻ, മ്യൂസിയം ആൻഡ് ആർക്കിയോളജി. ഓക്കെ, നെക്സ്റ്റ് ശ്രീ കെ ബി ഗണേഷ് കുമാർ, മിനിസ്റ്റർ ഫോർ ട്രാൻസ്പോർട്ടേഷൻ. ശ്രീ കെ ബി ഗണേഷ് കുമാർ, മിനിസ്റ്റർ ഫോർ ട്രാൻസ്പോർട്ട്. ശ്രീ കെ ബി ഗണേഷ് കുമാർ, മിനിസ്റ്റർ ഫോർ ട്രാൻസ്പോർട്ട്. ശ്രീ വി അബ്ദുറഹിമാൻ, മിനിസ്റ്റർ ഫോർ സ്പോർട്സ്, ഹജ്ജ് പിൽഗ്രിമേജ്, പോസ്റ്റേഴ്സ് ആൻഡ് ടെലിഗ്രാഫ്സ്, railways, etc. Sri V. Abdurrahman, Minister for Sports, Hajj Pilgrimage, Posters and Telegraph, Railways, etc. Sri G. R. Anil, Minister for Food and Civil Supplies. Sri A. R. Anil, Minister for Food and Civil Supplies. Sri കെ എൻ ബാലഗോപാൽ, മിനിസ്റ്റർ ഫോർ ഫൈനാൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇതാണ്. മിനിസ്റ്റർ ഫോർ ഫൈനാൻസ് ചോദിക്കാം. മിനിസ്റ്റർ ഫോർ ഫൈനാൻസ് ശ്രീ കെ എൻ ബാലഗോപാൽ. ശ്രീ കെ എൻ ബാലഗോപാൽ. ഇനി നെക്സ്റ്റ് ആർ ബിന്ദു, മിനിസ്റ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ആർ ബിന്ദു, മിനിസ്റ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ഇനി ചിഞ്ചുറാണി ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ജെ ചിഞ്ചുറാണി, മിനിസ്റ്റർ ഫോർ അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി ഡെവലപ്മെന്റ്. ജെ ചിഞ്ചുറാണി, മിനിസ്റ്റർ ഫോർ അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി ഡെവലപ്മെന്റ്. ചോദിക്കാൻ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറി ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ മിൽമയായിട്ടൊക്കെ ബന്ധപ്പെട്ടല്ലേ, അതുകൊണ്ടാണ് അതൊക്കെ ചോദിക്കാൻ വളരെ പ്രാധാന്യമുള്ളതാണ്. പിന്നെ മിനിസ്റ്റർ ഫോർ ഫൈനാൻസും ബാങ്കിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാരണം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ജെ ചിഞ്ചുറാണി, മിനിസ്റ്റർ ഫോർ അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി ഡെവലപ്മെന്റ്. അടുത്തത് ശ്രീ എം ബി രാജേഷ്, മിനിസ്റ്റർ ഫോർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, എക്സൈസ് ആൻഡ് Parliamentary Affairs. Minister for Local Self-Government, Excise and Parliamentary Affairs, Sri M.B. Rajesh. അടുത്തത് ശ്രീ പി എ മുഹമ്മദ് റിയാസ്, മിനിസ്റ്റർ ഫോർ പബ്ലിക് വർക്ക്സ് ആൻഡ് ടൂറിസം. ശ്രീ പി എ മുഹമ്മദ് റിയാസ്, മിനിസ്റ്റർ ഫോർ പബ്ലിക് വർക്ക്സ് ആൻഡ് ടൂറിസം. അടുത്തത് ശ്രീ പി പ്രസാദ്, മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ. ശ്രീ പി പ്രസാദ്, മിനിസ്റ്റർ ഫോർ, അത് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ശ്രീ പി പ്രസാദ്, മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ. ശ്രീ പി പ്രസാദ്, മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ. ഇനി ശ്രീ ഒ ആർ കേളു, മിനിസ്റ്റർ ഫോർ വെൽഫെയർ ഓഫ് സ്കെഡ്യൂൾഡ് കാസ്റ്റ്, സ്കെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് ബാക്ക്വേർഡ് ക്ലാസ്സസ്. ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ശ്രീ പി ഒ ആർ കേളു, ശ്രീ ഒ ആർ കേളു, മിനിസ്റ്റർ ഫോർ വെൽഫെയർ ഓഫ് സ്കെഡ്യൂൾഡ് കാസ്റ്റ്, സ്കെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് ബാക്ക്വേർഡ് ക്ലാസ്സസ്. ഓക്കെ, നെക്സ്റ്റ് ശ്രീ പി രാജീവ്, മിനിസ്റ്റർ ഫോർ ലോ ആൻഡ് ഇൻഡസ്ട്രീസ്. സാധ്യതയിലാണ് ചോദിക്കാൻ. ശ്രീ പി രാജീവ്, മിനിസ്റ്റർ ഫോർ ലോ ആൻഡ് ഇൻഡസ്ട്രീസ്. നെക്സ്റ്റ് ശ്രീ വി ശിവൻകുട്ടി, മിനിസ്റ്റർ ഫോർ ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് ലേബർ. ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് ലേബർ ആരാണ്? ശ്രീ വി ശിവൻകുട്ടി, മിനിസ്റ്റർ ഫോർ ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് ലേബർ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കോപ്പറേറ്റീവ് എക്സാമിൽ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? ശ്രീ, ഇതെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, ശ്രീ വി എൻ വാസവൻ. ശ്രീ വി എൻ വാസവൻ, മിനിസ്റ്റർ ഫോർ കോർപ്പറേഷൻ, പോർട്സ് ആൻഡ് ദേവസ്വം. മിനിസ്റ്റർ ഫോർ കോർപ്പറേഷൻ എന്തൊക്കെ ഫീൽഡാണ്? കോർപ്പറേഷൻ, പോർട്സ് ആൻഡ് ദേവസ്വം. പോർട്സും തുറമുഖമുണ്ട് അല്ലേ? മിനിസ്റ്റർ ഫോർ കോർപ്പറേഷൻ, പോർട്സ് ആൻഡ് ദേവസ്വം. അടുത്തത് വീണ ജോർജ്, മിനിസ്റ്റർ ഫോർ ഹെൽത്ത്, വുമൺ ആൻഡ് ചൈൽഡ് വെൽഫെയർ. മിനിസ്റ്റർ ഫോർ ഹെൽത്ത്, വുമൺ ആൻഡ് ചൈൽഡ് വെൽഫെയർ. അപ്പോൾ വീണ ജോർജ്. നെക്സ്റ്റ് സജി ചെറിയാൻ, മിനിസ്റ്റർ ഫോർ ഫിഷറീസ്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, മത്സ്യപ്പെട്ടൊക്കെ ഉള്ളതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മിനിസ്റ്റർ ഫോർ ഫിഷറീസ്, കൾച്ചർ ആൻഡ് യൂത്ത് അഫയേഴ്സ്. മിനിസ്റ്റർ ഫോർ ഫിഷറീസ്, കൾച്ചർ ആൻഡ് യൂത്ത് അഫയേഴ്സ്, സജി ചെറിയാൻ. സജി ചെറിയാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സിലൂടെയൊക്കെ
പോയി നാളെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ പോയി. അപ്പോൾ ഇതിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് നിങ്ങൾ പഠിച്ചതിൻ്റെ മാക്സിമം എഴുതാൻ പറ്റട്ടെ. തെറ്റിയൊന്നും ആരും മാർക്ക് ചെയ്യരുത്. മാർക്ക് ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരെയും നന്നായിട്ട് പ്രാർത്ഥിച്ച് നന്നായിട്ട് എക്സാം എഴുതുക. നിങ്ങളുടെ പൊട്ടൻഷ്യലിൻ്റെ മാക്സിമം നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റട്ടെ. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.